ഓട്ടോ 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 മാറ്റേ. രത്നമഹൽ. രത്നമഹൽ 7 രൂപയാവും. 7 രൂപയോ? അങ്ങ് താജ്മഹലിൽ പോകാനല്ല. ദാണ്ട് ഇവിടെ രത്നമഹൽ. ഈ സാധനം എന്താ ഭംഗിക്ക് വെച്ചിരിക്കുക? അത് കേടാ. എന്താ നന്നാകാത്തെ? അതിപ്പോ നിങ്ങൾ അറിയുന്നു പറഞ്ഞില്ലേ അവിടെ വരെ പോകാൻ 7 രൂപയാവും. അയ്യടാ 3 രൂപ കൂടുതൽ 10 പൈസ എടുത്തില്ല. വണ്ടി എടു. ഒരു ലോറിക്കുള്ള സാധനം കൊണ്ട് 3 രൂപയ്ക്ക് പോകാനേ വേറെ ആളിനെ നോക്കണം. ഒരു മൂന്നുണ്ടോ കൂട്ടിത്താവാങ്ക്? ചുമ്മാ വല്ല ഇവറ്റോളൊന്നും ഗുണം പിടിക്കാത്തത്. രാവിലെ തന്നെ ഓട്ടോക്കാരനായിട്ട് അല്ലേ ആ ലോഡ്ജ് വരെ പോകാൻ ഓട്ടോയുടെ വില അവൻ ചോദിക്കുന്നേ. അത് നടന്നു പോകാൻ ദൂരല്ലേ ഉള്ളൂ. എങ്ങോട്ടാ? അങ്ങോട്ട് തന്നെയാ. എന്നാ നടക്കാം. എന്റെ പെട്ടി എവിടെ വെച്ചിട്ട് പെട്ടി അയ്യോ സോറി കേട്ടോ. ഇതൊന്നും എടുത്തോളാവോ? ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. അല്ല രാവിലെ ഇത് എവിടെ പോയിട്ട് വരിക? പോസ്റ്റ് ഓഫീസ് വരെ. ആഹാ അപ്പൊ സമ്പാദ്യമൊക്കെ ഉണ്ടല്ലേ? കുറെ ഉത്തരവാദിത്തങ്ങളും ചുമതലകളും. അതാണ് എന്റെ സമ്പാദ്യം. ഓരോ മാസവും വീട്ടിലെ ചെലവിനുള്ള കാശ് അയക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കും ദൈവത്തിന് മാത്രം അറിയാം. മകൻ പട്ടണത്തിൽ ഏതോ വലിയ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഭാവ അമ്മ ധരിച്ചിരിക്കുന്നു. ഞാനെന്തിനാ ഇതെല്ലാം പറഞ്ഞ് രത്നയെ വെറുതെ ബോറടിപ്പിക്കുന്നല്ലേ? അങ്ങനെയൊന്നുമില്ല. മനസ്സിലെ വിഷമങ്ങൾ ആരോടെങ്കിലും തുറന്നു പറയുന്നത് നല്ലതല്ലേ? അത്രയും സമാധാനം കിട്ടുമല്ലോ. ഇതെല്ലാം മാറി നല്ല സമയം വരുമെന്നേ. അതിനു വേണ്ടിയുള്ള ശ്രമത്തിലാ. ശരിയാവുമായിരിക്കും അല്ലേ? പിന്നെ Well, that's my privilege. No, there is absolutely no reason for that. I have made every arrangement. Your visa and fresh passport will be ready by next week. It's my pleasure, sir. Okay, thank you. See you. Bye. ഒരു സായിപ്പായിരുന്നു. പുള്ളിക്കാരന്റെ പാസ്പോർട്ട് കളഞ്ഞു പോയെന്ന്. Well, Mr. Sedu, excuse me. Hello, Gas Matthew here. അയ്യടാ കമാല വന്നോ? എപ്പോ ലാൻഡ് ചെയ്തായിരുന്നു? ആണോ? ഓ അതൊന്നും വേണ്ടായിരുന്നു. എപ്പോഴാ? നാളെയോ? ഓ എങ്ങോട്ട് പോകാനാടാവേ? ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും. ശരി. ഓക്കെ റൈറ്റ്. ബൈ. ഞാൻ ദുബായ്ക്ക് വിട്ടൊരു പാർട്ടിയാ, കമാലുദ്ദീൻ. ഇപ്പൊ വലിയ പൊസിഷനില്ല. ടിവിയോ VCRോ ഏതാണ്ട് എനിക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുക. നല്ല കൊച്ചനാ. ഇനി നമ്മുടെ കാര്യം. നാളെ ബോംബെ നിന്നും പാർട്ടീസ് എത്തും. ഒരു ഇന്റർവ്യൂവിന് അപ്പിയർ ചെയ്യേണ്ടതായിട്ട് വരും. ഇന്റർവ്യൂ എന്നൊക്കെ പറയുമ്പോ അതിലൊന്നും വലിയ കാര്യമില്ലെന്നേ. അതൊക്കെ വെറും ചടങ്ങല്ലയോ. എന്റെ റെക്കമെൻഡേഷനിലെ കാര്യങ്ങൾ ഓടത്തുള്ളൂ. പിന്നെ റോയ് വന്ന് 1-2 പേപ്പേഴ്സ് സൈൻ ചെയ്ത് തരേണ്ടി വരും. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റെന്നേ. പിന്നെ പണത്തിന്റെ കാര്യമൊക്കെ ഓർമ്മയുണ്ടല്ലോ. 10,000 അതൊക്കെ നമുക്ക് ശരിയാക്കാം. നീ എന്തായി പറയുന്നത്? എടാ ഒരു മോട്ടോർ മെക്കാനിക്കായ ഞാൻ AC മെക്കാനിക്കിന്റെ വേക്കൻസിയിൽ ചെന്ന് പെട്ടിട്ട് അവിടെ എന്ത് ചെയ്യാനാ? രണ്ടും തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ലടേ. ഈ സ്പാനറുകളുടെ വ്യത്യാസമേ ഉള്ളൂ. AC താകുമ്പോ കുറച്ച് ചെറുതായിരിക്കും. എവിടുന്നെങ്കിലും ഒരു AC പൊക്കിക്കൊണ്ടുവരാൻ പറഞ്ഞാ ഞാൻ. അതിന് പണ്ടേ നീ വേന്ദ്രനാണല്ലോ. അതുപോട്ടെ ഈ കാര്യത്തിലേക്ക് അടുത്ത ആഴ്ച ഇന്റർവ്യൂ ഉണ്ടാവും. അവിടെ ചെന്ന് പറ്റിയാ നീ പഴിക്കുന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാ. അതല്ലടാ, ഈ 10,000 രൂപ എവിടെ നിന്നുണ്ടാക്കും? എങ്ങനെയെങ്കിലും ഉണ്ടാക്കാന്നേ. അവർക്ക് 60 വയസ്സുണ്ടായിരുന്നു. അവസാനമായി പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയോത്ഗ്രഥന സമിതിയുടെ സമ്മേളനം ഇന്ന് മദിരാശിയിൽ ആരംഭിച്ചു. ഏഷ്യൻ അഭയാർത്ഥികളെ ഒഴിച്ചുമാറ്റുന്നതിന് ഒരു അമേരിക്കൻ സൈനിക വിമാനം അമ്മാനിൽ എത്തിയിട്ടുണ്ട്. ലൈബീരിയയിൽ കലാപകാരികളുടെ നേതാവ് ചാൾസ് ടൈലർ ഏകപക്ഷീയമായ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. 11ാം ഏഷ്യൻ ഗെയിംസ് ഇന്ന് ബീജിംഗിൽ ആരംഭിക്കുന്നു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. ഹലോ 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 ഹലോ. കട്ടായി. ആരാ വിളിച്ചെന്ന് പറഞ്ഞോ? ആരാ വിളിച്ചെന്ന് പറഞ്ഞോന്ന്? പണ്ടാറടങ്ങാൻ അതൊന്ന് പോയി തുപ്പിട്ട് വാ. ആരാണെന്ന് പറഞ്ഞില്ല. എപ്പം മുറുക്കാൻ വൈകിട്ടല്ലോ അപ്പൊ തുടങ്ങും ബെല്ലടിക്കാൻ. എന്നാ പിന്നെ നിർത്തിക്കൂടെ? ഏത് നേരം നോക്കിയാലും വല്യമ്മമാരോട് ഞെഞ്ഞെന്ന് കാണിച്ചോണ്ടിരിക്കാതെ. ചെറുപ്പത്തിലെ മുത്തശ്ശിയുടെ കിട്ടിയതാ, പിന്നെ അതങ്ങ് ശീലായി. ആണാ? നല്ല സ്വഭാവം. മുത്തശ്ശിക്ക് പറഞ്ഞ നല്ലൊന്നും പഠിപ്പിച്ചിരാൻ തോന്നിയില്ലോ. ഒന്നുമില്ല. എടോ തന്നെ പോലത്തൊരു പെൺകുട്ടിക്ക് ചേർന്നതല്ല ഈ സ്വഭാവം. മനസ്സിലായോ? താൻ ഇതൊന്ന് ഒഴിവാക്കിയല്ലേ. എടോ ഇതിലും നന്നായിരിക്കടോ തന്നെ കാണാൻ. പിന്നെ തമാശയായിട്ട് പറഞ്ഞൊന്നുമല്ല, വളരെ സീരിയസ് ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞത്.
മനസ്സിലായോ? ആ എന്ത് എന്താ? ഒന്നുമില്ലെന്നേ. പിന്നെന്താ? ഉം. ഏ ഉം. ഏ? പോടാ. ഇതാ വരണപ്പാ, ബഹളം ഉണ്ടാക്കല്ലേ, എന്ത് ഫോണാണ്? ഹലോ, രത്നമഹാളാണ്. ആര്? സേതുവാ? ഉണ്ടല്ല, വിളിക്ക. സേതു, സേതു, സേതുവേ. ആ കിടന്ന് കീറാതറോ, ഇവിടെ ഇരിക്കുന്ന കണ്ടില്ലേ? കീറാനിത് പിറകാണ്, ഫോണാണ്. നിനക്കൊരു കാളുണ്ട്, ദേ വന്ന്. ഹലോ, അതെ. മാത്യുവോ? വൺ സെക്കൻഡ്. എന്തായി? റെഡിയായ? എപ്പോ പോകാൻ പറ്റും? അടുത്ത് തന്നെ പറക്കാവുന്നേ. വേറെ എന്നാ ഉണ്ട്? അപ്പോഴേ മറ്റേ 10,000 തികച്ചും മറ്റന്നാ രാവിലെ ഒരു 10 മണിക്ക് മുമ്പ് ഇവിടെ എത്തിച്ചേക്കണം. പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞ എവിടെ നിന്ന് കൊടുക്കാനാ മാത്യു? കുറച്ചുകൂടി ടൈം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താ. അയ്യോ, അത് നടക്കാല. പിന്നെ ഈ ട്രിപ്പിൽ പോകാൻ പറ്റിയില്ലേ, അടുത്ത കാലത്ത് ഒന്നും നോക്കണ്ട. അയ്യോ അത് പറ്റില്ല, ഈ ട്രിപ്പിൽ തന്നെ പോണം. എന്നാലേ പണം പറഞ്ഞ സമയത്ത് എത്തിച്ചേ പറ്റത്തുള്ളൂ. ഒരു കാര്യം ചെയ്യാം, ഞാനും റോയും കൂടി നാളെ അങ്ങോട്ട് വരാം. ഓ ഓക്കെ. എടാ നിന്റെ ഈ ഒരു ടെൻഷൻ കാണുമ്പോഴാ ബഹ്റൈനിൽ പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ചാകാൻ പറ്റുമോ? ഒരു 4,000 രൂപ കൂടി കിട്ടിയിരുന്നെങ്കിൽ എല്ലാം ഭംഗിയായി നടന്നേ. അപ്പം ബാക്കി 6,000 രൂപയ്ക്ക് എന്ത് ചെയ്യും? അതൊക്കെ ഉണ്ടാക്കാന്ന്. എങ്ങനെ ഉണ്ടാക്കുമെന്ന്? എടാ ഞാൻ ചേർത്തിരിക്കുന്ന ചിട്ടി ഉണ്ടല്ലോ, നമുക്ക് അത് പിടിക്കാം. അത് വേണ്ട, നിന്റെ പെങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ചേർന്നിരിക്കുന്നല്ലേ. അവളുടെ കല്യാണത്തിന് ഇനിയും സമയമുണ്ടല്ലോ. ഈ ചാൻസ് മിസ്സായ നിന്റെ പോക്കിന് ഒരിക്കലും നടന്നു വരില്ല. അത് വേണ്ട. നീ ഞാൻ പറയുന്ന പോലെ കേട്ടാ മതി. ബാക്കി 4,000 ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കേ. നീ ഇത്രയും പാടുപെട്ടിട്ട് എന്നെ അയക്കാന്ന് പറയുമ്പോ ആഹാ ചുമ്മാതാണോ? എടാ നീ അവിടെ ചെന്നൊന്ന് പച്ച പിടിക്കുമ്പോഴേക്കും എന്റെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ശരിയാക്കി ഞാനും എത്തില്ലേ. ഇനിയിപ്പോ ഞാൻ ആദ്യം പോയിട്ട് എനിക്ക് അവിടെ എന്ത് ജോലി കിട്ടാനാ? നിനക്കാണെങ്കിലും ടെക്നിക്കൽ ട്രേഡിംഗിലും അറിയാം. ആരാ? എടാ ബിനോയാണ്, വല്ല കോളും കാണും. വാ. എന്താ ബിനോയ്, എന്താ കേസ്? എനിക്ക് നിങ്ങളൊരു ഹെൽപ്പ് വേണം. ആരെ തല്ലണം? തല്ലും പിടിയൊന്നുമല്ല, ഈ വണ്ടിയെ ചെന്ന് ഒരു പെണ്ണിനെ പൊക്കിക്കൊണ്ട് വരണം. പറ്റൂ? എന്താ? എത്ര രൂപ തരും? 2,000 രൂപ തരും. അത് പറ്റത്തില്ല. ഒരു 4,000 രൂപ എന്നാൽ സംഗതി ഞങ്ങൾ ഏറ്റു. തരാം. അതവിടെ നിൽക്കട്ടെ. ഏതാ പെണ്ണ്? അതെന്തിനാണ് നമ്മൾ അറിയുന്നത്? ഒറ്റയടിക്ക് കാശ് കിട്ടുന്ന കേസാ. നീ കിടന്ന് പിടയ്ക്കാതെ എന്താ ഏതാന്നറിയാതെ എങ്ങനെയാ കയറി കേൾക്കുന്നത്? ബിനോയ് കാര്യം തെളിച്ചു പറ. ഇതാ പെണ്ണ്. ഇത് ഭരതമേന്റെ മകളല്ലേ? അതെ, കോൺവെന്റ് റോഡിലുള്ള മ്യൂസിക് പഠിപ്പിക്കുന്ന ഒരു കൊണാപ്പുണ്ടല്ലോ, അവിടെ അവള് വരും 5 മണിക്ക്. നടക്കില്ല ബിനോയ്. എടാ ഒറ്റയടിക്ക് വിസയുടെ കാശ്. നീ ഒന്ന് ചുമ്മാരുന്നേ. പണം പോരാഞ്ഞിട്ടാണേ പറ. ഇല്ല നടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല. ബിനോയ് സ്ഥലം വിട്. നീ ഒറ്റ ഒരുത്തൻ കാരണമാ ഇന്നത്തെ പരിപാടി ചീറ്റിപ്പോയത്.
ഗൾഫിൽ പോകാനുള്ള കാശ് സുഖമായിട്ട് കിട്ടിപ്പോയനെ. ആ അങ്ങനെ ചേരുന്നെങ്കിലേ പോക്ക് ഗൾഫിലേക്കല്ല സെൻട്രൽ ജയിലിലേക്കായനെ. അതിപ്പോ ചെയ്താൽ തന്നെ നമ്മളാണെന്ന് ആരറിയും? അയ്യടാ ആ പെണ്ണിന് കണ്ണു മൂക്കൊന്നുമില്ലല്ലോ. അയ്യാടാ കണ്ണും മൂക്കും. എന്താടാ വകന്തകളെ, ഞാൻ ഇങ്ങോട്ട് മാറിയപ്പോഴേക്കും തുടങ്ങിയ കച്ചറ. ചാക്കുണ്ണിയേട്ടാ, ഇവന്റെ ഒറ്റ വാക്കുകൊണ്ട് ഇന്ന് പോയതേ രൂപ 4000. അതേത് വാക്കാണ് വധൂരി? രാവിലെ നല്ലൊരു കോള് കിട്ടിയതാ. ഇവന്റെ പറ്റില്ല എന്നൊരു വാക്ക് കാരണം കംപ്ലീറ്റ് കല. ആ ഭർത്താവ് എപ്പോഴും പറയണ മാതിരി ഈ ചത്ത പശുവിന്റെ ജാതകം നോക്കിയിട്ട് എന്താണ് കാര്യം? നമുക്ക് വേറെ വഴി നോക്കാമെന്ന്. വേറെ വഴി എന്ത്? ചാക്കുണ്ണിയേട്ടൻ തരുവോ? തരാവല്ല. രൂപ 4000 അല്ലേ? ആ എന്നാ എന്റേതുണ്ടായിരുന്നല്ല, ഇപ്പൊ എങ്ങാട്ട് പോയി? എടാ നശിപ്പുകളെ, എന്റെ കാശുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ നാട്ടുകാരുടെ വിടുപ്പ് തീരുമാനം രത്നമ്മയുടെ വായലൊക്കെ കേൾക്കാനും നിൽക്കുക. നിങ്ങളെന്തിനാണ് കയ്യിൽ വെണ്ണയും വെച്ചിട്ട് നെയ്ക്കലേണത്? എന്ന് വെച്ചാ എടാ രത്നമ്മയുടെ കയ്യിലല്ലേ ഭൂത്ത പണം ഇരിക്കണത്. പലിശയ്ക്ക് പണം കൊടുക്കലല്ലേ തൊഴില്. ബ്ലേഡ് ബ്ലേഡ്. നമ്മൾ ചോദിച്ചാ തരുവോ? നീ ചോദിച്ചാ തരൂല്ല, പക്ഷെ ചോദിക്കേണ്ടവർ ചോദിച്ചാ തരും. അതാരാ? ഉം. ഇങ്ങനത്തെ പതിവൊക്കെ ഉണ്ടോ? ഇന്ന് വെള്ളക്കാക്ക മലന്ന് പറക്കുമല്ലോ. അതെന്താ അങ്ങനെ? അല്ല, പതിവില്ലാതെ അമ്പലത്തിൽ കണ്ടോണ്ട് ചോദിച്ചതാ. എല്ലാ വഴിയും മുട്ടുമ്പോ ഇങ്ങോട്ട് വരാതെ പിന്നെ എന്ത് ചെയ്യാനാ? എന്തു പറ്റി? ഏയ് ഒന്നുമില്ല. പറയൂന്നേ. വേണ്ട. ഓ, പറയാൻ പാടില്ലാത്ത കാര്യമാണ് ഈ പറയണ്ട. അയ്യോ അങ്ങനെയൊന്നുമില്ല. റോയിയുടെ ഗൾഫ് പോക്ക് മുടങ്ങുന്ന തോന്നുന്നു. വളരെ കഷ്ടപ്പെട്ട് 6000 രൂപ ഉണ്ടാക്കിയത്. ബാക്കി 4000ത്തിന് ഒരു വഴിയും കാണുന്നില്ല. പിന്നെ ആരോടെങ്കിലും ചോദിക്കാന്ന് വെച്ചാ തന്നെ ഞങ്ങൾക്കൊക്കെ ആര് തരാനാ? പണയോ പാട്ടോ കൊടുക്കാന്ന് വെച്ചാ കയ്യിലിട്ടൊന്നും ഇല്ല തരും. നാളെ ഒന്ന് വീട്ടിലേക്ക് വരാവോ? എന്തിനാ? ഒന്ന് വരൂന്നേ, ഒരു കാര്യം പറയാനാ. ഇതാ ഐശ്വര്യമായിട്ട് 2 കൈ നീട്ടി വാങ്ങിക്കേ. പിന്നെ പലിശയൊന്നും വേണ്ട കേട്ടോ, നല്ലൊരു കാര്യത്തിനല്ലേ. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. അത്ര വലിയ ഉപകാരം ചെയ്ത്. ജീവനുള്ളിടത്തോളം കാലം എനിക്ക് രത്നം മറക്കാൻ പറ്റില്ല. എന്തായാലും മാത്യു വിചാരിച്ചു കാണില്ല നമ്മൾ സമയത്തിന് കാശ് കൊടുക്കുന്നു. ഞാൻ രൂപയുമായിട്ട് കയറി ചെന്നപ്പോഴേ അവന്റെ കണ്ണ് തള്ളിപ്പോയി. വേഗം ആവട്ടെ, ഒമ്പാരിക്ക് ട്രാവൽ ഏജൻസിൽ എത്താനാ പറഞ്ഞിരിക്കുന്നത്. ഭൂലോകത്തിലെ പല പല നാട്, അതിശയമായൊരു നസ്രത്ത് നാട്, പുണ്യമുള്ള. ആഹാ, നിങ്ങ പോവാൻ പോണേണാ? സമയമായി. ഒരു മിനിറ്റ് കേട്ടാ, എന്റേതായിട്ട് നിനക്ക് തരാനായിട്ട് ഒന്നുമില്ല കേട്ടാ. ദാ, ഒരു കാര്യം ചെയ്. ആ ഇത് എന്താ ഇത്? ഒരു പാന്റും ഒരു ഷർട്ടുമാണ്. ഒരു വധൂരി തിരുമ്പാൻ തന്നാണ്. എന്നാ നീ വെച്ചോ. താങ്ക് യു. ആ. ആദ്യത്തെ ലീവിന് ഞാൻ വരുമ്പം ചാക്കുണ്ണിയേട്ടൻ ഒരു വാഷിംഗ് മെഷീൻ കൊണ്ടുതരും. ഒരു ഇലക്ട്രിക്കാനും കൂടി കൊണ്ടു കൊടുക്ക്. ഓക്കെ. നിന്റെ വാക്കും പഴയ ചാക്കും ഒരുപോലാണ്. ഞാൻ ഇങ്ങനൊക്കെ തന്നെ കഴിഞ്ഞോളാം. ഒരു കാര്യം പറയാൻ കേട്ടാ, അവിടെ ചെന്നിട്ട് ഒരുമാതിരി മറ്റേ കളി വേണ്ട കേട്ടാ. തലവെട്ടാണ് അവിടുത്തെ കുറഞ്ഞ ശിക്ഷ. ഏയ് രാഘവന പറ. ഞങ്ങൾ ഇറങ്ങട്ടെ. നീ ചെല്ലു മോനെ, ആ ഈശോ നിന്നോടൊപ്പം ഉണ്ട്. പോ. ഒരു മിനിറ്റ്, ഞാൻ പറയുന്നത് കേൾക്ക്. അയ്യോ, എനിക്കോ തൊടിക്കോ എന്തോ വേണം ചെയ്തോ. എന്നെ തല്ലിച്ചോ നിങ്ങളെ കാശിയിലേക്ക് കിട്ടാൻ പോകുന്നില്ലോ. സിമ്പിൾ വേണം, ആൾക്കാരത്ത് സിമ്പിൾ. അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്ക് പറയാനുള്ളോട് കേക്ക് കേക്ക്. ഞാൻ ഈ ട്രാവൽ ഏജൻസിയുടെ ജനറൽ മാനേജർ മാത്രമാണ്. സെക്യൂരിറ്റി മണി എന്നും പറഞ്ഞ് 10000 രൂപ എണ്ണി കൊടുത്തിട്ടാണ് ഞാനും ഇതിനകത്ത് ജോലിക്ക് കയറിയത്. ആരും വെക്കാരും സമാനം പറയും. നമുക്ക് ഇതിന്റെ മുതലാളിയുടെ വീട് വരെ പോയി നോക്കിയാലോ? ഞാൻ രാവിലെ അവിടെ പോയി നോക്കിയിട്ടല്ലയോ വരുന്നത്. സകല സാധനങ്ങൾ എടുത്തോണ്ട് ആ കാലമാടം മുങ്ങിയിരിക്കുക. അവിടെ മാറി വെക്കണോ? ഞാൻ ഈ ട്രാവൽ ഏജൻസിയിലെ ഒരു ജീവനക്കാരൻ മാത്രമാണ്. only an employee. എന്തോ പ്രശ്നമുണ്ടല്ലോ. പോയി നോക്കാം. യാതൊരു വിവരമില്ലായിരുന്നു. മാത്യു, ഞാൻ നിരപരാധിയാണ്. എന്റെ അടുത്ത് അല്പമെങ്കിലും സിമ്പതി ഉണ്ടെങ്കിൽ നിങ്ങൾ വന്ന് എന്നെ ജാമ്യത്തിൽ ഇറക്കി. പ്ലീസ് എന്നെ കൈ എന്നെ ജാമ്യത്തിൽ ഇറക്കി.
എന്നാലും ആ കള്ള കഴിവേറികളെ നമ്മുടെ കൈ കിട്ടിയില്ലല്ലോ. വല്ലാത്തൊരു വെട്ടിലാണ് നമ്മൾ വീണിരിക്കുന്നത്. ഇനിയിപ്പോ എന്താ ചെയ്യാ? ചാടി ചത്താലോന്ന് വരെയുണ്ട്. പിന്നെയും വീട്ടിലെ കാര്യങ്ങൾ ആലോചിക്കുമ്പോ നീ വിഷമിക്കാതാ. എന്റെ തീരുമാനം ബോംബെക്ക് പോവാന്നാ. അവിടെ എവിടെയെങ്കിലും ഇട്ട് അവരെ പിടിക്കാം. അത് പിന്നത്തെ കാര്യം. ഇപ്പൊ എന്റെ പ്രശ്നം രത്ന എങ്ങനെ ഫേസ് ചെയ്യുന്ന. നമ്മൾ സത്യം പറഞ്ഞാലും ഒരു പക്ഷെ അവള് വിശ്വസിച്ചൊന്നും വരില്ല. എങ്ങനെയെങ്കിലും പണവും കൊണ്ട് തിരിച്ചു ചെല്ലാൻ പറ്റും. ഒരു വഴിയുണ്ട് രൂപ ഉണ്ടാക്കാൻ. നിനക്ക് എന്റെ കൂടെ നിൽക്കാമോ? വഴി എന്താന്ന് വെച്ചാ പറ. മോഷണം. ഇനി അത് മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ടാ അതും കൂടെ ആന്ന് വെച്ചത്. റോയി, പിന്നെയും കുഴപ്പങ്ങളിലേക്ക് പോകാനാ നിന്റെ ശ്രമം. അല്ലെങ്കിൽ വേറൊരു വഴി നീ പറ. കാശ് കൊടുക്കുകയും വേണം, അധ്വാനിക്കാനും പറ്റത്തില്ല. മോഷണം അല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ട്. ബെസ്റ്റ് വഴിയുണ്ട്, കള്ളവാറ്റ്. എന്നിട്ട് വേണം എക്സൈസുകാരെ ഇടികൊള്ളാൻ. എന്നാൽ അത് വേണ്ട. സ്മഗ്ലിംഗ്, നോട്ട് ഇരട്ടിപ്പ്, ഡോളർ കച്ചവടം, ഹാഷേഷ്, ബ്രൗൺ ഷുഗർ, കോക്കൈൻ. തീർത്ത് എടാ, നല്ല വഴിക്ക് ചിന്തിക്ക്. എടാ, നല്ലവരായിട്ട് ജീവിക്കാനല്ല ദൈവം നമ്മളെ ഇങ്ങോട്ട് അയച്ചത്. അതിന് വേറെ ആൾക്കാരുണ്ട്. നന്നാവാൻ നോക്കുമ്പോഴാ നമുക്ക് കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാവുള്ളൂ. നീ എന്റെ കൂടെ നിന്നാ മതി. ബാക്കി കാര്യം എന്താണെന്നുള്ളത് എനിക്ക് വിട്. ഇവിടെ എത്രയോ കള്ളപ്പണക്കാരുണ്ട്. അവരുടെ വീട്ടിൽ കയറി മോട്ടിച്ച ദൈവം പോലും കോപിക്കില്ല. അവന്മാരിട്ട് പോലീസിനെ അറിയിക്കാനും പോലും. ധൈര്യമായിട്ടിരിക്കടാ, നമ്മൾ നേടും. കുഴപ്പമില്ല, കേറാം. എടാ, അവസാന നിമിഷം ഞാൻ വീണ്ടും ചോദിക്കുക, ഇത് വേണോ? വേണം. ഒരുമാതിരി മറ്റേ വർത്താനം പറയരുത്. വെളുക്കുന്നവരെ വെള്ളം കോരിട്ട് കൊടവിട്ട് അടയ്ക്കുന്ന ഏർപ്പാട് കാണിച്ചാലുണ്ടല്ലോ, നീ ഒന്നും അറിയണ്ട. കൂടെ എന്നാ മതി. എല്ലാം ഞാൻ ഏറ്റ്. എങ്ങനെ കയറാം? ഇതുവഴി കയറാം. ഇതിലെ അയ്യോ, എന്റെ കഴുത്ത്. കേറി വേണം. ഞാൻ എങ്ങനെ? പിടി. അയ്യോ, കൈ പിടിയാ. എത്തല്ല. അയ്യോ, പിടിപെടില്ലേ, പിടിപെടില്ലേ. പിടിക്കേ, വലിച്ചു കയറ്റ. ഷർട്ടിൽ നിന്ന് വിടണേ. അയ്യോ, റോയി, ഈ കേസിലെ പ്രതികളായ സേതുമാധവൻ, റോയ് എന്നിവരുടെ മേൽ പ്രോസിക്യൂഷൻ ആരോപിച്ച കുറ്റങ്ങൾ ഭവനഭേദനം, മോഷണശ്രമം എന്നിവ സംശയാതീതമായി ഈ കോടതി മുമ്പാകെ തെളിഞ്ഞിരിക്കുകയാണ്. ആയതിനാൽ പ്രതികൾക്ക് 6 മാസം വീതം കഠിന തടവ് ശിക്ഷയായി നൽകുവാൻ കോടതി ഉത്തരവിടുന്നു. ഇവിടെ വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. നമ്മൾ കേറിയപ്പോ ഉള്ളതുപോലെ തന്നെ. പോയിച്ചു വരട്ടെ സാറേ. ഞാൻ വിചാരിച്ച 6 മാസം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുമെന്ന്. നിനക്കെന്താടാ ഒരു മൗനം? ജയിലിൽ വിട്ട് പോന്നതിന്റെ ദുഃഖം? എടാ, സമൂഹത്തിൽ നിലയും വിലയും ഉണ്ടാവണമെങ്കിൽ ജയിലിൽ കിടക്കണം. പലരും മഹാന്മാരായത് തന്നെ അങ്ങനല്ലേ? നീ എന്താണോ ഒന്നും മിണ്ടാത്തത്?
ഇനി എന്താ നിന്റെ ഉദ്ദേശം? അങ്ങനെ വഴിക്ക് വാ. ഇനി നമ്മുടെ മുന്നോട്ടുള്ള ഓരോ ചുവടുകളും വളരെ ശ്രദ്ധിച്ചായിരിക്കണം. അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാൻ മാക്സിമം ശ്രമിക്കണം. ഉദാഹരണത്തിന് അന്ന് നമുക്ക് പറ്റിയ മണ്ടത്തരം, വീടിന്റെ ഗേറ്റിലെ നായ് ബോർഡ് ശ്രദ്ധിക്കാതിരുന്നാൽ ഇനി അത് ഉണ്ടാവാൻ പാടില്ല. ഈ 6 മാസം നിന്നെ പോലെ താടി വളർത്തിയ സമയം കളയല്ലായിരുന്നു ഞാൻ. വളരെയധികം കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് കഴിയും. എന്റെ ലിസ്റ്റിൽ അടുത്തത് ഈ സിറ്റിയിലെ ഏറ്റവും വലിയ കള്ളപ്പണക്കാരനായ അലുവാസേട്ടന്റെ വീടാണ്. അവിടെ ആവുമ്പോൾ പട്ടിയുടെ ശല്യമില്ല. ഇന്ന് തന്നെ ആവാല്ലേ? ഇല്ല, ഞാൻ ഇനി ഒന്നിനുമില്ല. ഇതുവരെ ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷയായിട്ട് ഞാൻ ഈ 6 മാസത്തെ കണക്കായിക്കോളാം. ഇനിയെങ്കിലും എനിക്ക് മര്യാദയ്ക്ക് ജീവിക്കണമെന്നുണ്ട്. അതെ, ഇത്രയും കാലം നമ്മൾ ഡബിൾസ് കളിച്ചില്ലേ, ഇനി സിംഗിൾസ് കളിക്കാം. ഇറങ്ങിയില്ല, അതിനു മുമ്പേ തമാശ തുടങ്ങി. ഉളുക്കുവേ. ഞാൻ സീരിയസാ. നമ്മൾ ഇവിടെ വെച്ച് പിരിയുന്നു. ഇന്ന് മുതൽ നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. നീ ഇടത്തോട്ടാണെങ്കിൽ ഞാൻ വലത്തോട്ട്, അല്ല തിരിച്ചാണെങ്കിൽ അങ്ങനെ. അപ്പൊ നമ്മൾ പിരിയാണല്ലേ? നിനക്ക് വിഷമമില്ലേ? ഇല്ല, നമ്മൾ ഒരുമിച്ച് നിന്നപ്പോഴൊക്കെ കുഴപ്പങ്ങളിൽ ചെന്ന് ചാടിയിട്ടുള്ളൂ. നീ ഇവന് നല്ല വഴിക്ക് ജീവിക്കാൻ നോക്ക്. ശരിയല്ലേ? ഗുഡ് ലക്ക്.